പൊന്നു മോനെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സഹാക്കളോട് പറയാനുള്ളത് മായാവി എന്ന സിനിമയിലെ ഡയലോഗാ. ഇതൊക്കെ എന്ത് ഒന്നും കൂടി പറയാം, പോടാ. അത്രക്ക് മറുപടി മാത്രമേ എനിക്ക് ഇവരോട് പറയാനുള്ളൂ. പൊട്ടാസ്യം സൈനിക വെച്ചിട്ടാണ് നല്ല സ്വർണ്ണം വേർതിരിക്കുന്നത്. ഇപ്പൊ CPM പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു സംഭവത്തിൽ സ്വർണ്ണമുള്ള സ്ഥലത്ത് ഒരു സഖാവിനെ കൊണ്ടിട്ടാ അവനത് വേർതിരിച്ചിട്ട് ചെമ്പാക്കി മാറ്റും. കേരളത്തിലെ രാഷ്ട്രീയ വേദികളിൽ ചിരിയും ചിന്തയും ഒരുപോലെ പടർത്താൻ സലീംകുമാറിനോളം കെൽപ്പുള്ള മറ്റൊരു കലാകാരൻ ഉണ്ടാവില്ല. എന്നാൽ ഇത്തവണ അദ്ദേഹം കളമശ്ശേരിയിലെ UDF വേദിയിലെത്തിയത് വെറുമൊരു നടനായിട്ടല്ല, മറിച്ച് തനിക്ക് നേരെയുള്ള അധിക്ഷേപങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കും എണ്ണൊഴിച്ച മറുപടി നൽകാനാണ്. രാഷ്ട്രീയ എതിരാളികൾ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ സലീംകുമാർ കടന്നാക്രമിച്ചപ്പോൾ അത് കേരളം മുഴുവൻ ചർച്ചയാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സലീംകുമാറിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് സഖാക്കൾക്ക് ശരിക്കും കുരുപൊട്ടിയിരിക്കുകയാണ്. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇത്ര സജീവമായി ഇറങ്ങണമെന്ന് താൻ കരുതിയില്ല എന്ന് സലീംകുമാർ തന്നെ തുറന്നു പറയുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് വേണ്ടി അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. തന്നെയും കുടുംബത്തെയും അധിക്ഷേപിക്കുന്നവർക്ക് മുമ്പിൽ തളരാതെ ആഞ്ഞടിക്കാൻ തന്നെയാണ് സലീംകുമാറിന്റെ തീരുമാനം. പൊന്നുമോനെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മായാവി എന്ന സിനിമയിലെ ആ ഡയലോഗാണ്. ഇതൊക്കെ എന്ത് പോടാ എന്ന് അദ്ദേഹം വിളിച്ചു പറയുമ്പോൾ അത് വെറും ഒരു സിനിമാ ഡയലോഗ് അല്ല, മറിച്ച് അസഹിഷ്ണുത കാണിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയാണ്. താനും രമേശ് പിഷാരടിയും അഭിനയിക്കുന്ന പരസ്യങ്ങൾ ബഹിഷ്കരിക്കണമെന്നും ഇനി തന്റെ തമാശകൾക്ക് ചിരിക്കില്ലെന്നും പറയുന്നവരോടും വളരെ ലാഘവത്തോടെയാണ് അദ്ദേഹം സംവദിക്കുന്നത്. അരിപ്പൊടി പരസ്യത്തിൽ രമേശ് പിഷാരടി അഭിനയിച്ചതിന്റെ പേരിൽ പുട്ടുതിന്നില്ല എന്ന് പറയുന്നവരുടെ ലോലമായ മനസ്സിന് അദ്ദേഹം പരിഹാസത്തോടെയാണ് നേരിടുന്നതും. തനിക്കെതിരെ എടുത്ത കേസുകളെക്കുറിച്ചും സലീംകുമാർ വളരെ വ്യക്തമായി സംസാരിക്കുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്നവരെ കളിയാക്കി എന്ന് പറഞ്ഞ് കേസ് കൊടുത്തവർക്ക് അദ്ദേഹം മറുപടി നൽകുന്നത് ശാസ്ത്രവും രാഷ്ട്രീയവും കൂട്ടിയിണക്കിയാണ്. സ്വർണത്തെ ചെമ്പാക്കി മാറ്റുന്ന പുതിയ ശാസ്ത്രം കണ്ടുപിടിച്ചവർക്ക് തന്റെ തമാശകൾ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുമുണ്ട്. CPMന്റെ പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങളെയും ഭരണത്തിലെ വീഴ്ചകളെയും പരിഹസിക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത വാക്കുകൾ എതിരാളികളെ അക്ഷരാർത്ഥത്തിൽ മൂലക്കിരുത്തി എന്ന് തന്നെ പറയാം. ആ രംഗങ്ങൾ ഒന്ന് കാണാം. പൊന്നു മോനെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സഹാക്കളോട് പറയാനുള്ളത് മായാവി എന്ന സിനിമയിലെ ഡയലോഗാ. ഇതൊക്കെ എന്ത് ഒന്നും കൂടി പറയാം, പോടാ. അത്രക്ക് മറുപടി മാത്രമേ എനിക്ക് ഇവരോട് പറയാനുള്ളൂ. പൊട്ടാസ്യം സൈനൈഡ് ഒഴിച്ചിട്ടാണ് നല്ല സ്വർണം വേർതിരിക്കുന്നത്. ഇപ്പൊ CPM പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു സംഭവത്തിൽ സ്വർണ്ണമുള്ള സ്ഥലത്ത് ഒരു സഖാവിനെ കൊണ്ടിട്ടാ അവനത് വേർതിരിച്ചിട്ടിട്ട് ചെമ്പാക്കി മാറ്റും. അങ്ങനെ ശാസ്ത്രത്തെ വരെ അവര് തോപ്പിച്ചു കളഞ്ഞേക്കാണ്. ശ്രീ VD സതീശന്റെ ഒറ്റ പ്രചരണത്തോടുകൂടി, ഒരു സ്റ്റേജ് പരിപാടിയോടുകൂടി ഈ പ്രചരണം അവസാനിപ്പിക്കണം എന്നാഗ്രഹിച്ച ഒരാളാണ്. അപ്പൊ എന്നൊരു പ്രസംഗം കയറി അങ്ങോട്ട് വൈറലായി. ആ മെസ്സിയുടെ കാര്യം പറഞ്ഞ പ്രസംഗം. അപ്പൊ അത് കണ്ട് സഖാക്കൾക്ക് കുരുപൊട്ടാൻ തുടങ്ങി. എന്റെ ഓൺലൈനിൽ എന്നെ എവിടെ കാണുന്നോ അവിടെയൊക്കെ തെറി വിളിക്കാൻ തുടങ്ങി. എന്നെ മാത്രമല്ല, ഒന്നും അറിയാത്ത എന്റെ മോനെയും അവർ തെറി വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, അത് കുഴപ്പമില്ല, അത് അവരുടെ സ്വഭാവം, അവർ ശീലിച്ചതേ പാലിക്കൂ. അല്ലാതെ നന്മയൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അങ്ങനെ സമാധാനം. പിന്നെ എന്റെ ഫോട്ടോ ഓൺലൈനിൽ ഇട്ടിട്ട് ഒരു പോസ്റ്ററിലൊക്കെ ഇട്ടിട്ട് ഇന്റുമാർക്ക് ഇട്ടേക്കണം. ഇവന്റെ പടം ഇനി കാണില്ല, ഇവൻ പറയുന്ന തമാശക്ക് ഇനി ചിരിക്കില്ല. എന്റെ പൊന്നു മോനെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സഹാക്കളോട് പറയാനുള്ളത് മായാവി എന്ന സിനിമയിലെ ഡയലോഗാ. ഇതൊക്കെ എന്ത് ഒന്നും കൂടി പറയാം, പോടാ. അത്രക്ക് മറുപടി മാത്രമേ എനിക്ക് ഇവരോട് പറയാനുള്ളൂ. പിന്നെ വേറൊരു പേജ് ഞാൻ നോക്കിയപ്പോ ഒരു അരിപ്പൂട്ട് വെച്ചിട്ട് ഇൻഡു ഇട്ടേക്കണം. ഇനി ഈ പൂട്ട് നമ്മൾ തിന്നില്ല. കാരണം അന്വേഷണം എന്താണ്? രമേശ് പിഷാരടി പുട്ടിന്റെ പരസ്യത്തിലെടുത്തത് അരിപ്പൊടിയുള്ള പരസ്യം. അതുകൊണ്ട് നമ്മളിനി അരിപ്പൊടി കൂട്ടി പുട്ടുണ്ടാക്കില്ല. അത്രക്ക് ലോലന്മാരവരാ. അപ്പൊ അവരെ വെറുതെ വിട്ടേക്കാം. പിന്നെ ഞാൻ രാത്രി ഒന്നും പറയില്ല. ഇപ്പൊ ഇന്നലെ എന്റെ പേരിൽ കേസെടുത്തേക്കാം. അപ്പൊ പല TV-ക്കാരും വന്നേക്കുന്നത് അതെന്താന്ന് അപ്പൊ അവരോട് പറഞ്ഞേക്കാല്ല. എനിക്ക് വേറെ അത് ഇന്നലെ എന്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട് ഇവര്. ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ
ഇങ്ങനെ മാനസിക വൈകല്യമുള്ളവരെ കളിയാക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരെയും കളിയാക്കിയിട്ടില്ല. ഒരു വ്യക്തിയെയോ ഒരു സ്ഥാപനത്തെ ഒന്നും കളിയാക്കിയിട്ടില്ല. കാരണം ഊളംപാറ എന്നൊരു ആശുപത്രി ഇല്ല. പിന്നെ 2 വ്യക്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ വ്യക്തികളും ഇല്ല. ഒരു പയ്യനും പിന്നെ ഒരു വ്യവസായി. മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു പയ്യൻ വന്ന് അമേരിക്കയിൽ നിന്നിട്ട് അമേരിക്ക കേരളത്തേക്കാൾ മോശ സ്ഥലമാണെന്നും അമേരിക്കയിൽ നല്ല സ്ഥലമാണ് കേരളം എന്നൊരു പയ്യൻ പറഞ്ഞു. അവന് ഊളംപാറയെ കൊണ്ടുപോയി എന്നാണ് ഞാൻ പറഞ്ഞത്. ഊളംപാറ എന്നൊരു ഹോസ്പിറ്റലില്ല, ഈ 2 കുട്ടികളും ഇല്ല. അപ്പോ ഇതാണ് എനിക്ക് നിങ്ങളോട് ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ളത്. പിന്നെ അതാണ് പറഞ്ഞത്, കേസ് കൊടുത്തത് ഇയാളെ രാഷ്ട്രീയ പ്രചരണത്തിൽ നിന്ന് വിലക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നില്ല. കെമിസ്ട്രി പറയുന്നതിന് ആർക്കും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ. എന്നാൽ ഒരു കെമിസ്ട്രി ഞാൻ പറഞ്ഞു തരാം. ഈ സൈനൈഡേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് അയിരികളിൽ നിന്നും, നമ്മുടെ ലോഹങ്ങളുടെ അയിരില്ലേ, അതിൽ നിന്ന് സ്വർണം വേർതിരിച്ച് എടുക്കാനുള്ള പൊട്ടാസ്യം, നമ്മൾ സ്വർണ്ണ പണിക്കാരുടെ ചോദിച്ചറിയാം, പൊട്ടാസ്യം സൈനൈഡ് ഒഴിച്ചിട്ടാണ് നല്ല സ്വർണം വേർതിരിക്കുന്നത്. ഇപ്പൊ CPM പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു സംഭവം എന്ന് വെച്ചാൽ, സ്വർണ്ണമുള്ള സ്ഥലത്ത് ഒരു സഖാവിനെ കൊണ്ടുവരുത്ത അവനത് വേർതിരിച്ചിട്ടിട്ട് ചെമ്പാക്കി മാറ്റും. അങ്ങനെ ശാസ്ത്രത്തെ വരെ അവര് തോപ്പിച്ചു കളഞ്ഞേക്കാണ്. പറയുകയാണെങ്കിൽ മണിക്കൂറുകളോളം നിന്ന് പറയാനുള്ള തമാശകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഇബ്രാഹിം കുഞ്ഞിക്കടമോൻ, ഞാൻ ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ഒരു ദിവസത്തെ കൺവെൻഷൻ ഞാനായിരുന്നു ഇടുക. അദ്ദേഹം എൻ്റെ മരിക്കുന്നവരെ എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. ഇബ്രാഹിം കുഞ്ഞിക്ക ഈ മണ്ണിൽ നിന്നും ഇവിടെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്നും കളമശ്ശേരിയെ ശരിയാക്കിയ ആ വലിയ മനുഷ്യന്റെ ഓർമ്മകൾ ഇന്നും തളം കെട്ടി നിൽക്കുകയാണ്. ആ ഓർമ്മകൾക്ക് നിങ്ങൾ ഒരു നന്ദി കൊടുക്കണം. സ്വന്തം ജീവവായു പോലെ ഒരു സ്വന്തം കളമശ്ശേരിയെ സ്നേഹിച്ച ആ മനുഷ്യന്റെ മകനെ വൻപിച്ച വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.